പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. ഞാൻ രാജേഷ് നാദാപുരം. ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മോദിജിക്ക് 74 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വടനഗർ ഗ്രാമത്തിൽ ദാമോദർ ദാസ് മോദിയുടെയും ഹീരാബെന്നിൻ്റെയും മകനായി ജനിച്ച മോദിജി കഴിഞ്ഞ 10 വർഷമായിട്ട് ഭാരതം ചിന്തിക്കുന്നത് നരേന്ദ്രമോദിയും മോദിയെ എതിർക്കുന്നവരുമായിട്ട് നമ്മുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ എതിർത്തത് ഭാരതത്തിലെ പ്രതിപക്ഷങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടായിരുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ശിവസേനയും ആം ആദ്മി പാർട്ടിയും സ്റ്റാലിൻ്റെ പാർട്ടിയും അങ്ങനെ ചെറുതും വലുതുമായ സകല പാർട്ടികളും എസ്-പിയും ബി-എസ്-പിയും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ എതിർത്തിട്ടും BJP 240 സീറ്റ് നേടി. 2019 14 നേടിയ വിജയം BJPക്ക് കരഗതമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചിട്ടും മോദിയെ എതിർക്കുന്നവരും മോദിയെ അനുകൂലിക്കുന്നവരുമായി ഭാരതം മാറിയിട്ടും മോദിയെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? 1965 RSSന്റെ ശാഖയിൽ വന്ന ആ കൗമാരക്കാരൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 1 സാംസ്കാരിക പ്രസ്ഥാനത്തെ അടുത്തറിയുവാനും സംഘത്തിനനുസൃതമായി ജീവിതം രൂപപ്പെടുത്തുവാനും തുടങ്ങി. 20ാമത്തെ വയസ്സിൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകൻ, പ്രചാരകനായിട്ട് അദ്ദേഹം കർമ്മരംഗത്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അടുത്തറിഞ്ഞ സംഘം ഭാരതീയ ജനസംഘത്തിലും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയിലും സംഘടനാ സെക്രട്ടറിയായി, അതായത് സംഘടനയെ വളർത്തുവാൻ RSS നിയോഗിക്കുന്ന സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ BJPയിലും സംഘത്തിലും ഒരുപോലെ സ്വീകരിക്കപ്പെട്ടു. ഈ സമയത്താണ് ഗുജറാത്തിൽ ശങ്കർ സിംഗ് വഘേലയും കേശുഭായ് പട്ടേലും തമ്മിൽ ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് BJPയെ നശിപ്പിക്കുവാൻ ഒരുങ്ങിയപ്പോൾ 2001 സെപ്റ്റംബർ മാസം അന്ന് രാജ്യം ഭരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി എന്ന RSSന്റെ മറ്റൊരു പ്രചാരകനായിരുന്നു. ഗുജറാത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന, ഡൽഹിയുടെ ചുമതലയുണ്ടായിരുന്ന നരേന്ദ്രമോദിയെ തൻ്റെ വസതിയിലേക്ക് വിളിപ്പിച്ചിട്ട് അടൽജി പറഞ്ഞു, മോദിജി, പഞ്ചാബിലെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങയുടെ തടിയൊക്കെ കൂടിയിരിക്കുന്നു, നാളെ മുതൽ അങ്ങയുടെ പ്രവർത്തന കേന്ദ്രം ഗുജറാത്താണ് എന്ന്. അപ്പോൾ മോദിജി ചോദിച്ചു, ഞാൻ ഗുജറാത്തിലെ RSSന്റെ ഏത് പ്രവർത്തനമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, അഥവാ RSS നിയോഗിക്കുന്ന BJPയുടെ ഏത് പ്രവർത്തനം ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, അങ്ങയുടെ പ്രവർത്തനത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്, അങ്ങ് നാളെ മുതൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒരു വാർഡ് മെമ്പറെങ്കിലുമായിട്ട് പരിശീലനമില്ലാത്ത, അനുഭവമില്ലാത്തൊരു വ്യക്തി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ BJPയിലും സംഘത്തിലുമുള്ള ചില കാര്യകർത്താക്കൾ പറഞ്ഞു അദ്ദേഹത്തെ കേശുഭായ് പട്ടേലിൻ്റെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം കുറച്ച് പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ മുതിർന്ന കാര്യകർത്താക്കൾക്കും അടൽജിക്കും ലാൽകൃഷ്ണ അദ്വാനിജിക്കും മുരളി മനോഹർ ജോഷി എന്ന് പറയുന്ന ആ ത്രിമൂർത്തി ഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഈ മഹാത്മാക്കൾക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ അപാരമായ കർമ്മശേഷി അറിയാമായിരുന്നു. അങ്ങനെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം അധികാരമേറ്റെടുത്തു. അധികാരമേറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഗുജറാത്ത് ഏതായിരുന്നു? 2001 ജനുവരി 26 ഭൂകമ്പത്തിൽ 20,000 ആളുകൾക്ക് മരണമുണ്ടായി. കച്ച് മേഖല 8,000 ഗ്രാമങ്ങൾ തകർന്നടിഞ്ഞു പോയ ആ ഗുജറാത്തിനെ പുനർനിർമ്മിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം നടത്തിയത് ലോക പ്രശംസ പിടിച്ചുപറ്റി. എന്നാൽ നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ ഒരു വലിയ അപകടം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് ഗുജറാത്തിലെ വർഗീയ ലഹളയായിരുന്നു. 2002 ഫെബ്രുവരി 27 അയോധ്യ സന്ദർശിച്ച് തിരിച്ചു വരികയായിരുന്ന സബർമതി എക്സ്പ്രസിന്റെ 6ഉം 7ഉം ബോഗിക്ക് ഗോദ്ര എന്ന ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശത്ത് വെച്ച് മതമൗലികവാദികളായ ഇസ്ലാമിക ഭ്രാന്തന്മാർ ആ ബോഗിയിലേക്ക് പെട്രോൾ ബോംബെറിഞ്ഞ് തീ കൊടുത്തു. 59 രാമസേവകർ ചുട്ട് വെന്തെരിഞ്ഞു പോയി. അതിൽ 13 കുട്ടികളും 21 സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. ഗുജറാത്തിലെ ഹൈന്ദവ സമൂഹം അതിശക്തമായിട്ട് പ്രതികരിച്ചു. ദിവസങ്ങൾ നീണ്ടുനിന്ന വർഗീയ ലഹളക്കൊടുവിൽ ധാരാളം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ ജീവൻ നഷ്ടപ്പെട്ടു.
നരേന്ദ്രമോദി അതിനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെയുള്ള വാദമുഖങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിക സംഘടനകളും ഉയർത്തുന്നുണ്ട്. എന്നാൽ പോലീസ് വെടിവെപ്പിലായിരുന്നു 94 ആളുകൾ മരിച്ചത് എന്നത് നരേന്ദ്രമോദി 48 മണിക്കൂർ കൊണ്ട് ആ വർഗീയ ലഹളയെ ഒതുക്കുവാൻ പട്ടാളത്തിന്റെ സഹായം തേടിയിട്ട് അത് ഒതുക്കി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 127 സീറ്റുമായിട്ട് മോദിജി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അന്ന് നമ്മുടെ മനോരമയും മാതൃഭൂമിയും പറഞ്ഞു വർഗീയ ലഹളയുടെ ബാക്കി പത്രമാണ് ഈ വിജയമെന്ന്. എന്നാൽ പിന്നീട് അങ്ങോട്ട് വികസനത്തിന്റെ ഒരു വിപ്ലവം തന്നെയായിരുന്നു അദ്ദേഹം ഗുജറാത്തിൽ തീർത്തത്. ലോകത്തിലെ ഒട്ടുമിക്ക കമ്പനികളെയും അദ്ദേഹം അവിടത്തേക്ക് കൊണ്ടുവന്നു. കോടിക്കണക്കിന് ഫണ്ട് അവിടത്തേക്ക് ഒഴുകപ്പെട്ടു. ലക്ഷക്കണക്കിന് ഗുജറാത്തികൾക്ക് തൊഴിൽ ലഭിക്കുവാൻ തുടങ്ങി. 2007 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അതിശക്തമായിട്ട് അധികാരത്തിൽ വന്നു. 2012 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. അതിശക്തമായിട്ട് നരേന്ദ്രമോദി മൂന്നാമതും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി. ഗുജറാത്തിന്റെ വികസന മാതൃകകളെ കുറിച്ച് കേരളം അടക്കമുള്ള മന്ത്രിമാർ സംസാരിക്കുവാൻ തുടങ്ങി. ആ നരേന്ദ്രമോദി ഭാരതത്തെ രക്ഷിക്കുവാൻ ഇറങ്ങിയതായിരുന്നു 2014 തെരഞ്ഞെടുപ്പ്. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ചിദംബരത്തിന്റെയും ഭരണം മൻമോഹൻ സിംഗിനെ മുൻനിർത്തിക്കൊണ്ട് 2G സ്പെക്ട്രം 1.76 ലക്ഷം കോടി രൂപ, കൽക്കരി കുംഭകോണം 3 ലക്ഷം കോടി, കോമൺവെൽത്ത് ഗെയിംസ് 72,000 കോടി, ഇങ്ങനെ പൂജ്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്ര വലിയ കോടികളുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭാരതം, അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ചു പോയ ഭാരതം, ആത്മാഭിമാനം പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ ഭാരതം, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ യാതൊരു നിലയും വിലയുമില്ലാതായി തീർന്ന ഭാരതം, സാമ്പത്തിക മേഖല തകർന്നടിഞ്ഞു പോയ ഭാരതം, ആ ഭാരതത്തെ രക്ഷിക്കുവാൻ ഒരു രക്ഷകനെ തേടി നടക്കുകയായിരുന്ന 2014 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് RSSും BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കളത്തിലിറങ്ങി. ഒരു കൊടുങ്കാറ്റ് പോലെ 2024 ജനുവരി മാസം മുതൽ അദ്ദേഹം പ്രവർത്തനം തുടങ്ങി. 2024 മെയ് മാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ ഈ രാജ്യം തനിച്ചു ഭരിക്കുവാൻ 272 സീറ്റുകൾ മാത്രം വേണ്ടിടത്ത് നരേന്ദ്രമോദിക്ക് മാത്രം 282 സീറ്റുകൾ നൽകി ഭാരതത്തിലെ ജനങ്ങൾ പറഞ്ഞു, മോദിജി അങ്ങയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അങ്ങിൽ ഞങ്ങൾ ഒരു രക്ഷകനെ കാണുന്നു, അതുകൊണ്ട് ഈ രാഷ്ട്രം സ്വതന്ത്രമായി ഭരിക്കുക, ആരെയും ഭയക്കാതെ ഭരിക്കുക, ഈ രാജ്യം തനിച്ചു ഭരിക്കേണ്ടതിനേക്കാൾ 10 സീറ്റുകൾ അങ്ങേക്ക് കൂടുതലായി നൽകിയിരിക്കുന്നു. NDA ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 336 സീറ്റുകൾ നൽകി. രാജീവ് ഗാന്ധിക്ക് ശേഷം 30 വർഷങ്ങൾക്കിപ്പുറം തനിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന സർക്കാരായിട്ട് നരേന്ദ്രമോദി സർക്കാർ മാറിയത് 2014 അവിടുന്ന് അങ്ങോട്ട് വിപ്ലവകരമായ ഒരു രാജ്യ സംവിധാനത്തിന്, വിപ്ലവകരമായ തീരുമാനങ്ങൾക്കും നയങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.